ഉണ്ടായിരുന്ന സ്റ്റാഫിനെല്ലാം പിരിച്ചുവിട്ടതിന് ശേഷമാണ് ഞങ്ങൾ ഈ ഹോട്ടൽ വിലയ്ക്ക് വാങ്ങിയത്. പഴയ സ്റ്റാഫിൽപ്പെട്ട കണ്ണൻ എന്ന റിസപ്ഷനിസ്റ്റേ ഇപ്പൊ ഇവിടെ ഉള്ളൂ. അപ്പൊ ആ പെണ്ണിനെ കുറിച്ച് അയാളോട് ചോദിച്ചറിയില്ലേ? ചോദിച്ചു നോക്കാം. നിങ്ങൾ ഇപ്പൊ സംസാരിച്ചതുപോലെ ഇയാൾ അന്ന് മര്യാദയ്ക്ക് ചോദിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു. ഇയാളുടെ സംസാരം കേട്ട ആരെങ്കിലും ഉത്തരം പറയൂ? അതിപ്പോ ഒരു അന്വേഷണം വരൂ. ഒന്നുകൂടെ ഞാൻ കണ്ണ, പഴയ മാനേജ്മെന്റ് കീഴിൽ രാജി എന്ന പേരിൽ ആരെങ്കിലും ജോലിക്കുണ്ടായിരുന്നോ? ആ ഉണ്ടായിരുന്നു. അവരിപ്പോ എവിടെയാണെന്ന് അറിയാമോ? അറിയില്ല സർ. അവർക്ക് ഇവിടെ എന്തായിരുന്നു ജോലി? അവരിപ്പോ എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയോ? അറിയില്ലല്ലോ സർ. ഞാനൊരു കാര്യം ചെയ്യാം. പഴയ ഉടമസ്ഥനോട് ആ പെണ്ണിനെ കുറിച്ച് അന്വേഷിച്ച് വിവരം നിങ്ങളെ അറിയിക്കാം. മതി. താങ്ക് യു വെരി മച്ച്. ബുദ്ധിമുട്ടിപ്പിച്ചാൽ ക്ഷമിക്കണം. ഞങ്ങൾ വരട്ടെ. എക്സ്ക്യൂസ് മീ, എന്താ പേര്? ജെയിംസ് ബോണ്ട്. എന്റെ പേര് ഹരിഹരൻ. ഇവന്റെ ഒരു പപ്പൻ. വരട്ടെ. ഓക്കെ. ആരായി ഡെഡ് ബോഡി ആദ്യം കണ്ടത്? ഈ കുട്ടികളാണ് സാർ. നിങ്ങളാണോ കണ്ടത്? അതെ സാർ. എത്ര മണിക്കാ കണ്ടത്? ഇന്ന് രാവിലെ 8 മണിക്ക്. ഹലോ, മിസ്റ്റർ ഹരിഹരനാണോ? ആ, ഇത് ഞാനാ, ഹോട്ടൽ നാഷണലിന്റെ മാനേജർ. പിന്നെ ഞാൻ ആ പെണ്ണിനെ കുറിച്ച് അന്വേഷിച്ചു. ഹോളി ഏഞ്ചൽസ് വിമൻസ് ഹോസ്റ്റലിലായിരുന്നു താമസിച്ചിരുന്നത്. ഓഹോ. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആ സ്ത്രീ ഇപ്പോൾ അവിടെ ഇല്ലെന്നാണ്. എവിടെയാണെന്ന് ഇപ്പൊ ആർക്കും അറിയില്ലെന്ന്. താങ്ക് യു സർ. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന പെണ്ണ് ഒരു വിമൻസ് ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ അവിടെ ഇല്ല. പക്ഷേ ഇതിലൊരു പെണ്ണിന്റെ വിശേഷമുണ്ട്. കത്തിക്കരിഞ്ഞ നിലയിൽ സ്ത്രീയുടെ ജഡം പോലീസുകാർ കണ്ടെടുത്തു. ശരീരം ഭൂരിഭാഗവും കത്തിക്കരിഞ്ഞ നിലയിലാണ് കാണപ്പെട്ടത്. പോലീസ് അന്വേഷണത്തിൽ മരിച്ച സ്ത്രീയുടെ പേര് രാജി എന്നാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുന്നു. നമ്മൾ അന്വേഷിക്കുന്ന പെണ്ണിന്റെ പേരും രാജി എന്നല്ലേ? അതെ. നീ എന്നെ ചീത്ത പറയരുത്. ഞാൻ ഇന്നലെ രാത്രി ഒരു സ്വപ്നം കണ്ടു. ഓ, നമ്മൾ അന്വേഷിക്കുന്ന പെണ്ണ് മരിച്ചു പോയതായിട്ട്. ഇതുവരെ നമ്മൾ കണ്ടില്ലാത്ത പെണ്ണ് നീ എങ്ങനെ സ്വപ്നം കാണുന്നേ? അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. സ്വപ്നത്തിൽ ഒരു പെണ്ണ് മരിച്ചു പോകുന്നതായി ഞാൻ കണ്ടു. അവൾ നമ്മൾ അന്വേഷിക്കുന്ന പെണ്ണാണെന്ന് എനിക്ക് തോന്നി. അതിനിപ്പോ ഞാനെന്ത് വേണം? ആ പെണ്ണും ഈ പെണ്ണും ഒന്നാണെന്ന് നമുക്കറിയണം. അതിനിപ്പോ എന്താ ഒരു വഴി? നിന്റെ കൂട്ടുകാരനല്ലേ ആ CI? അയാളെ വിളിച്ച് ചോദിക്കേ. ഒരു സംശയ നിവൃത്തിക്ക് വേണ്ടെങ്കിലും ഒന്ന് വിളിച്ച് ചോദിക്കേ. ഹലോ, ആണോ? ക്യാപ്റ്റനാണേ. നീ സ്റ്റേഷനിലുണ്ടാവോ? എനിക്കൊരു കാര്യം അറിയണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ. ഇതിപ്പോ ആണാണോ പെണ്ണാണോ എന്ന് പോലും പറയാൻ പറ്റില്ലല്ലോ. ബോഡി ഐഡന്റിഫൈ ചെയ്തോ? ഇല്ല, മോർച്ചറി സൂക്ഷിച്ചിട്ടുണ്ട്. 2 ദിവസം നോക്കും. ആരും വന്നില്ലെങ്കിൽ സർക്കാർ ചെലവിൽ കുഴിച്ചു മൂടും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയോ? നോ, വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ്. തിരിച്ചറിയാതെ മരിച്ചത് രാജിയാണെന്ന് എങ്ങനെ മനസ്സിലായി? ഈ ഡോളറിൽ രാജി എന്ന പേരുണ്ട്. ജഡത്തിന്റെ അറിഞ്ഞാണത്തിൽ നിന്ന് കിട്ടിയതാ. അല്ല, നീ എന്റെ ഓഫീസറെ പോലെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. ഞാൻ അതിന് ഉത്തരവും പറഞ്ഞു. എന്താ നിന്റെ വരവിന്റെ ഉദ്ദേശം? എന്തിനാ ഈ ചോദ്യങ്ങൾ? അതിപ്പോഴാണ് ചോദിക്കുന്നത്. ചോദ്യം അവസാനമായിപ്പോയി. എങ്കിലും കാര്യം പറ. നീ ഏതോ ഒരു പെണ്ണിനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടായിരുന്നല്ലോ. അതും ഈ പെണ്ണും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഏയ്, യാതൊരു ബന്ധമില്ല. നീ അന്വേഷിച്ച പെണ്ണിന്റെ പേരും രാജു മറ്റോ അല്ലേ? ആര് പറഞ്ഞു? നീ എന്ന് ഫോണിലൂടെ പറഞ്ഞല്ലോ. ആ, അത് പോട്ടെ. നീ എന്തിനാ പെണ്ണിനെ അന്വേഷിച്ചത്? അത് വേറൊരാൾക്ക് വേണ്ടിയാ. ആരാടാ ആള്? പറയടാ. ആളെ കണ്ടാലറിയാം, പക്ഷെ അഡ്രസ് അറിയില്ല. സത്യമായിട്ട് അറിയാഞ്ഞിട്ടാ. എന്താ നിനക്കൊരു സംശയം പോലെ? എന്ത് ചെയ്യാൻ, പോലീസായി പോയില്ലേ? അതൊക്കെ പോട്ടെ. ഇനി നിനക്കെന്താ അറിയേണ്ടത്? ഒന്നും വേണ്ട, ഞാൻ പോയിക്കോട്ടെ. അങ്ങനെയാണ്. വരാം. ഓഹോ, അങ്ങനെയാണല്ലേ? അതെ. ഞാൻ അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോ നിങ്ങളെ കണ്ടില്ല. ആ, എന്തൊക്കെയുണ്ട് ഗോപി വിശേഷം? അങ്ങനെ കഴിയുന്നു. വീട്ടിലെല്ലാവർക്കും സുഖം തന്നെ? പിന്നെ കാണാം. ഞാൻ വരട്ടെ.
മായല്ലേ പോണത്? ദേ, ഹലോ ഹലോ അതെന്താ നമ്മളെ കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോയത്? നമ്മളെ മനസ്സിലായിട്ടുണ്ടാവില്ല. KCV 222. പിന്നെ ഇത്രേ ഇത് ഭയങ്കര വീടാണല്ലോ. ഉം. ഇത് മിസ്റ്റർ ശങ്കരമാന്റെ വീടല്ലേ? അതെ. ഇവിടെ ആരൊക്കെ ഉണ്ട്? താനേതാ? LIC LIC ആ LIC പോലീസിൽ ആളെ ചേർപ്പിക്കാൻ. പോലീസിലോ? ചുമ്മാ ഒരു വളി പഠിച്ചാണ് അച്ഛനെ. ആരൊക്കെ ഉണ്ട് ഇവിടെ? ആ അതാ വീട്ടിലുള്ളവരോട് ചോദിച്ചാൽ മതി. ആരാ? എന്ത് വേണം? ഇവിടെ വേറെ സ്ത്രീകളാരും ഇല്ലേ? വേറെ സ്ത്രീയോ? നിങ്ങൾക്ക് ആരെയാ കാണേണ്ടത്? കാണേണ്ടത് ആരെയാ കാണേണ്ടെന്ന്? മായ 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 എന്നൊരു സ്ത്രീയെ. മായ എന്ന പേരിൽ ആരും ഇവിടെ ഇല്ലല്ലോ. KCV 228 ഇവിടുത്തെ വണ്ടിയല്ലേ? അതെ. ഇന്നലെ വൈകുന്നേരം ടൗണിൽ വെച്ച് 2 സ്ത്രീകൾ ആ കാർ കയറി പോകുന്നത് ആ അതെന്റെ അമ്മായിയും ചേച്ചിയുമാ. ആ ചേച്ചിയെ തന്നെ നമ്മൾ ഉദ്ദേശിച്ചത്. മായ എന്നല്ലേ അവരുടെ പേര് അല്ലേ? ചേച്ചിയുടെ പേര് ലത എന്നാണ്. ആ ലതാന്നാ പറഞ്ഞത്, നമുക്ക് തെറ്റിയതാ. ചേച്ചി എങ്ങനെ അറിയാം? അതിപ്പോ 2 ദിവസം മുമ്പ് അവരെ. എനിക്ക് ചേച്ചിയെ പരിചയമുണ്ട്. ആ ചേച്ചി ഏതായാലും ഇപ്പൊ ഇവിടെ ഇല്ല, ഷോപ്പിങ്ങിന് പോയിരിക്ക. കാര്യം എന്താണെന്ന് പറഞ്ഞാ വരുമ്പോ പറയാം. അയ്യോ അങ്ങനെ വേറെ പ്രശ്നമൊന്നുമില്ല. അന്ന് അന്വേഷിക്കാൻ പറഞ്ഞ കേസ് ഒന്ന് ഞങ്ങള് പിന്നെ വരാം. ചോദിക്കണ്ടേ? എക്സ്ക്യൂസ് മീ, നിങ്ങൾ എവിടെയോ വെച്ച്? എന്നെ? നിങ്ങളല്ല, ഇദ്ദേഹത്തെ. നിങ്ങൾ ഉഷയുടെ ബ്രദർ അല്ലേ? അതെ. ആ എനിക്ക് ആദ്യമേ സംശയം തോന്നി. ഞാനും ഉഷയും പ്രീ ഡിഗ്രിക്ക് ഒരുമിച്ചായിരുന്നു. അന്ന് ഞങ്ങൾ ഒരുമിച്ച് വീട്ടിൽ വന്നപ്പോ കണ്ട ഓർമ്മയാ. ഉഷ ഇപ്പൊ എവിടെ? ഉഷ ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ബോംബെയിലല്ലേ? ഉഷയുടെ വീട്ടിൽ ചെന്നെ കണ്ടിട്ടില്ലേ? ഇല്ലല്ലോ. അച്ഛനും അമ്മയൊക്കെ നാട്ടിൽ തന്നെ ഉണ്ട്. ആ, ഇവിടെ എന്ത് ചെയ്യുന്നു? ഞങ്ങൾ ഇവിടെ ഒരു ബിസിനസ് നടത്തുന്നു. ഒന്നും മിണ്ടായിരിക്കടാ. ഞങ്ങൾക്ക് ഇവിടെ ചെറിയൊരു സെക്യൂരിറ്റി ഏജൻസി ഉണ്ട്. അയ്യോ ചെറുതൊന്നുമല്ല, വലുത്. വലിയ വീടും കോമ്പൗണ്ടും ഒക്കെ ആണല്ലോ. ഇവിടെ സെക്യൂരിറ്റി ആരെങ്കിലും വേണ്ടേ? വേണ്ട, പട്ടിയുണ്ട്. വരട്ടെ. ശരി. കുളവാക്കിയല്ലോ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ സ്വപ്നം കണ്ടതാ. നിന്റെ KCV 222. മറ്റേ വണ്ടി. എന്തു പണിയാ കാണിച്ചത്? ഒരു ഫോൺ പോലും ചെയ്തില്ലല്ലോ. എത്ര കഷ്ടപ്പെട്ടെന്നറിയോ ഈ വീട് കണ്ടുപിടിക്കാൻ? അമ്മായി അകത്തോട്ട് പോയിക്കോ, നമുക്ക് അപ്പുറത്ത് മാറിയും ഓ സംസാരിക്കാം. പ്ലീസ്. ഉം. എന്തിനാ എന്നെ അന്വേഷിച്ച് ഇവിടെ വന്നത്? എന്താ ശരിയായ പേരും അഡ്രസ്സും പറഞ്ഞില്ലെങ്കിൽ വീട് കണ്ടുപിടിക്കില്ലെന്ന് കരുതുക. കാറിന്റെ ഉടമസ്ഥരെ കണ്ടുപിടിക്കാൻ RTO ഓഫീസിൽ അരിച്ചു പെറുക്കി. ഞാൻ ചോദിച്ചതിന് ഉത്തരവായില്ല. എന്തിനാ എന്നെ അന്വേഷിച്ച് ഇവിടെ വന്നത്? ഉത്തരവാദിത്തം ഏൽപ്പിച്ചവരെ മറന്നാലും ഏറ്റവർക്ക് മറക്കാൻ പറ്റുമോ? അതുകൊണ്ട് വന്നതാ. ഇന്നലെ കാറിന്റെ പുറകെ വരുന്നത് ഞാൻ കണ്ടു. അതുകൊണ്ടായിരിക്കും നിർത്താതെ പോയത്. അമ്മായി കൂടെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, ഈ കാര്യത്തിൽ എല്ലാം തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലെന്ന്. അതുകൊണ്ടാ എന്നെ കുറിച്ച് ഞാൻ കള്ളം പറഞ്ഞത്. ഞാൻ ഏൽപ്പിച്ച ജോലി എന്തായി? എന്തിനായി ഡിസ്കൈസ്? അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ ഏൽപ്പിച്ച ജോലി എന്തായി? ആ പെണ്ണ് താമസിച്ചിരുന്ന ഹോസ്റ്റലിനെ കുറിച്ച് ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിനിടയിൽ മറ്റൊരു ഡെവലപ്മെന്റ് ഉണ്ടായി. ഒരുപക്ഷെ നിങ്ങൾ പേപ്പറിൽ വായിച്ചു കാണും. കത്തിക്കരിഞ്ഞ ഒരു ജഡത്തെക്കുറിച്ചുള്ള ഒരു വാർത്ത. അതിന് നിങ്ങൾ അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന പെണ്ണിന്റെ പേരും മരിച്ച പെണ്ണിന്റെ പേരും രാജി എന്നാണ്. ഓഫ് കോഴ്സ് ഇറ്റ് മേ ബി എ കോയിൻസിഡൻസ്. കോയിൻസിഡന്റ് തന്നെയാണ്. കാരണം ഞാൻ നിങ്ങളെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന രാജി എന്നെ കോണ്ടാക്ട് ചെയ്തു. ഇനി അവളെ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. ഞാൻ ഏൽപ്പിച്ച ജോലി എന്തായി? എന്തിനായിരുന്നു പിന്നെ ഇങ്ങനെ ഒരു ചോദ്യത്തിന്റെ ആവശ്യം? ആദ്യമേ പറഞ്ഞുകൂടായിരുന്നു അന്വേഷിച്ച സ്ത്രീയെ കണ്ടെത്തിയെന്ന്? വെറുതെ ചോദിച്ചതാ. അന്വേഷണം എത്രത്തോളം എത്തിയെന്ന് അറിയാനുള്ള കൗതുകം കൊണ്ട്. ഇറ്റ്സ് ഓൾ റൈറ്റ്. നമ്മുടെ കോൺട്രാക്ട് അവസാനിച്ചിരിക്കുന്നു. അപ്പൊ കണക്ക് തീർക്കുന്നതല്ലേ നല്ലത്. ഒരുപാട് പൈസ വന്നിരുന്നു. ചെയ്ത ജോലിക്ക് അത്രയൊന്നും ഫീസ് വേണ്ട. ബാക്കി അഡ്വാൻസ് ആയിട്ട് കരുതിയാൽ മതി. ഇനി എന്തെങ്കിലും ആവശ്യം വന്നാ ഞാനൊന്ന് വീട്ടിലേക്ക് ചെല്ലട്ടെ. അന്ന് വല്ലാത്ത പരിഭ്രമം പേടിയായിരുന്നു ഓഫീസ് വന്നപ്പോ. ഇപ്പൊ നല്ല ധൈര്യമുണ്ട്. ഇത് എന്റെ വീടല്ലേ, അതുകൊണ്ടായിരിക്കും. ഒരപേക്ഷയുണ്ട്. ഞാൻ ഓഫീസിൽ വന്ന കാര്യവും പറഞ്ഞ കാര്യവും ആരും അറിയരുത്. My fee includes the oath of secrecy. Don't worry about it. താങ്ക് യു. നീ കൊണ്ടുവരുന്ന ഓരോ പുലിവാലികൾ കേറാണ്ടില്ല.